നമസ്കാരം. സതീശന്റെ ഒരു നിലമ്പൂർ വൈബ്സ് പുറത്തു വന്നിരിക്കുകയാണ്. ദൃശ്യം കണ്ടുകൊണ്ടിരുന്നപ്പോൾ PR പണിക്ക് വേണ്ടി സതീശൻ ബാക്കിയുള്ള നേതാക്കന്മാരെ എല്ലാം സെറ്റിട്ടിരുത്തി വിറ്റ് സ്വയം ഒരു നായകനാകുന്നത് എങ്ങനെയെന്ന് ആ ദൃശ്യം കൃത്യമായി തെളിയിക്കുന്നുണ്ട്. ക്യാമറകളെല്ലാം മസ്റ്റാണ്, ചായ കൂടിയല്ല പ്രശ്നം. ഒരു ചായക്കടയ്ക്കകത്ത് പോയിരുന്നു കൊണ്ട് ആ ചായക്കടയ്ക്കകത്തുള്ള ആംബിയൻസ് ഉപയോഗപ്പെടുത്തി സതീശന് റീൽസ് ചെയ്യാൻ വേണ്ടി 10,000 മുടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇഷ്ടംപോലെ പൈസയാണ്. ഒരു പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ തിരിഞ്ഞാവരെ ഫോട്ടോഷൂട്ട് നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ സതീശൻ ചായക്കടയിൽ നിന്നുള്ള ആ വീഡിയോ എടുത്തതിന് ശേഷം 10-60 വയസ്സ് കഴിഞ്ഞു, അതവിടെ നിൽക്കട്ടെ, 10-64 വയസ്സ് കഴിഞ്ഞ് ഷഷ്ടി പൂർത്തി കഴിഞ്ഞ സതീശൻ അതിൽ ബീജമായിട്ട് ഇട്ടിരിക്കുന്ന പാട്ടാണ് ഗംഭീരം. മുസ്തഫ മുസ്തഫ ഡോണ്ട് വറി മുസ്തഫ. അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കറക്റ്റ് ആയിട്ട് ലീഗന്മാർക്ക് കൂടി മുസ്തഫ എന്നുള്ള പാട്ടൊക്കെ ഇട്ട് മനസ്സിലൊരു സംതൃപ്തിയും കുളിരും കൊടുക്കാനുള്ള സതീശന്റെ ആ വിദഗ്ധ ഇടപെടലുണ്ടല്ലോ, അതിൽ ലീഗിലെ കുഞ്ഞാപ്പ വീഴും, പക്ഷെ നാട്ടുകാർ വീഴില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, സതീശൻ ഇപ്പോ ടോയ്ലറ്റിൽ കയറിയത് ഒഴിച്ചു നിന്നാൽ ബാക്കിയുള്ളത് എല്ലാം ക്യാമറ ഫോട്ടോഷൂട്ടും റീൽസുമാണ്. സതീശന്റെ അടിമകൾ ഇപ്പൊ ഈ അടുത്ത കാലത്ത് എന്താണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഫുൾ ഫോട്ടോഷൂട്ടാണ്. PR ടീംസിനെ ഇഷ്ടം പോലെ പണം മുടക്കി ഇറക്കിയതിനു ശേഷം കനകോലു, അതായത് കണകുണ ഒരു സ്റ്റൈലാണ്. മൊത്തം നമ്മൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തേണ്ടത് എങ്ങനെയാണ്? ഈ ഫോട്ടോഷൂട്ട്. ചായം പരിപ്പുടെ നോക്കൂ, ഞങ്ങൾ ഇത്രയും പേര് വളഞ്ഞിരുന്നതിന് ശേഷം സാധാരണ എങ്ങനെയാണ് ഇത്രയും നേതാക്കന്മാർ ഒരിടത്ത് വരുന്നത് അതൊന്ന് ചോദിക്കരുത്. അത് മുൻകൂട്ടി പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം കാണുമ്പോൾ അങ്ങനെ തോന്നുന്നതാണ്. ഒരു ചായക്കടയിലേക്ക് ഇത്രയും പേർ ഒരുമിച്ച് വരണമെന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്നുള്ള ആ കലാശക്കൊട്ടിന് ശേഷമുള്ള ഒരു പ്ലാൻഡ് ഫോട്ടോഷൂട്ട് ആണെന്ന് മനസ്സിലാക്കാൻ സാമാന്യ ലോജിക്ക് മതി. സതീശ ഇമ്മാതിരി ഉടായ്പൊക്കെയാണോ രാഷ്ട്രീയത്തിൽ കാണിക്കേണ്ടത്? അടുത്ത മുഖ്യമന്ത്രിയാകാൻ ബാക്കിയുള്ള നേതാക്കന്മാരെല്ലാം എന്നോടൊപ്പം ഉണ്ട്. ഞാൻ എന്ന വ്യക്തി അവിടെ തെരഞ്ഞെടുപ്പിൽ എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിച്ച് വിജയിപ്പിച്ചു. ആ നിലമ്പൂർ വൈബ്സിൽ എന്റെ മൈലേജ് കൂട്ടാൻ ഇവരെ എല്ലാം കൂടെ ഇരുത്തിയതിനു ശേഷം ഞാൻ അതിന്റെ ഇടയിൽ കൂടെ നൈസായിട്ട് തള്ളി എന്നെ അങ്ങ് ഹൈപ്പിലേക്ക് കൊണ്ടുപോകുന്ന രീതി നോക്കൂ. ഇപ്പൊ എല്ലാം നയിക്കുന്നത് സതീശനാണ്. സതീശന്റെ പേജിലൂടെ കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം സതീശന്റെ ബാക്കിൽ നിൽക്കുന്നവരാണ്. സതീശന്റെ നിർദ്ദേശാനുസരണമാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. സതീശനാണ് ഇതിന്റെ ചരട് വലിക്കുന്നു എന്ന തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടി ഇമാതിരി റീൽസ് പുറത്തു വിടുമ്പോൾ ചെന്നിത്തലയെ പോലുള്ളവർക്ക് മനസ്സിലാകുന്നില്ല. ആ ചെന്നിത്തലയുടെ തലയ്ക്കകത്തൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഫോട്ടോഷൂട്ടിന് ഐക്യത്തിന്റെ കാഹളം പോലെ ചെന്നിരിക്കുന്നത്. എന്തായാലും ആ വൈബ്സ് അങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷം ശശി തരൂർ ഒരിടത്ത് നിന്നിട്ട് ഈ പറയുന്ന ഇവരുടെ വൈബ്സ് കാരണം അദ്ദേഹത്തിനുള്ള പരാതിയെക്കുറിച്ച് പറയുന്നുണ്ട്. മറ്റൊരിടത്ത് ചെന്നിത്തല തന്നെ തുറന്നു പറയുന്നുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ നിലമ്പൂരിൽ കാണിച്ചത് മഹാമോശമായി പോയി. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്നിട്ട് വൈബ്സ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ ഇട്ട് കുറച്ച് ആൾക്കാർക്കിടയിൽ എന്റെ മൈലേജ് ഞാൻ തന്നെ കൂട്ടാനുള്ള ഉദയനാണ് താരത്തിലെ തെങ്ങമ്മൂട്ടിൽ രാജപ്പന്റെ ആ രീതി ഉണ്ടല്ലോ, സതീശൻ കാണിച്ചു കഴിഞ്ഞാൽ ചില കോൺഗ്രസ്സുകാർക്കും കുറച്ച് ലീഗന്മാർക്കും വലിയ സംതൃപ്തി ഉണ്ടാകും. നാട്ടുകാർ കാണുമ്പോൾ ഇങ്ങർക്ക് ഈ ഊളത്തരങ്ങൾ കാണിച്ചാണോ നാട്ടുകാരെ പറ്റിക്കാൻ തോന്നുന്നു എന്നുള്ള ഒരു സ്വാഭാവിക ചിന്തയാണ് ഉണ്ടാകുന്നതെന്ന് പറയേണ്ടി വരികയാണ്.